എന്താണ് സംസ്ഥാനം ഒട്ടുക്ക് നടക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പോകുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ വാർത്തകളിലേക്കാണ്, ഈ കാഴ്ചകളിലേക്കാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി 3 മണിക്കാണ് അവസാനിക്കുന്നത്. അവസാന ദിവസം പത്രിക സമർപ്പിക്കാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP സ്ഥാനാർത്ഥികളായ സ്റ്റാർ കാൻഡിഡേറ്റ്സായ R ശ്രീലേഖയും VV രാജേഷും പത്രിക സമർപ്പിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിൽ LDFന്റെ മേയർ സ്ഥാനാർത്ഥി CP മുസാഫർ അഹമ്മദും UDF സ്ഥാനാർത്ഥികളും സ്വതന്ത്രരും ഇന്ന് പത്രിക നൽകി. നാളെ ഒരു ദിവസത്തെ സൂക്ഷ്മ പരിശോധനയാണ്. വിവരങ്ങളുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ. ആദ്യം കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ, മലപ്പുറത്ത് നിന്ന് CV അനുമോദ്, തിരുവനന്തപുരത്തു നിന്നും ഈ വിവരങ്ങൾ നമുക്ക് ചോദിക്കാം. ആദ്യം അനുമോദിലേക്ക്. അനുമോദ്, എല്ലാ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കഴിഞ്ഞു, ഇനി അതിനൊന്നും സമയമില്ല, ഇനി ഒരൊറ്റ മണിക്കൂർ. ആ ഒരു മണിക്കൂറിൽ എങ്ങനെയും ഈ അവസാനം ഓടിയെത്തി ലാസ്റ്റ് ഫിനിഷിംഗ് പോയിന്റ് തൊട്ട് മുന്നേ ഉള്ള ഒരു ഓട്ടം ഉണ്ടല്ലോ, ആ ഓട്ടമാണ് എല്ലായിടത്തും കാണുന്നത്. മലപ്പുറത്തെ സ്ഥിതി എന്തൊക്കെയാണ്? ആ വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്ന പൊന്മുണ്ടം അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ശ്രീജ, ഞാൻ നിൽക്കുന്നത് ഇടവണ്ണയിലാണ്. ഇടവണ്ണ പഞ്ചായത്തിൽ ഇപ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ ഇടവേളയാണ്. ഇതുവരെ ഈ ഒരു പത്രികാ സമർപ്പണത്തിൻ്റെ തിരക്കായതുകൊണ്ട് ഉച്ചഭക്ഷണം കുറേ വൈകിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇടവേളയിലാണ് നിൽക്കുന്നത്. ഇവിടെ സ്ഥാനാർത്ഥിക്കൊപ്പം വന്നവരും ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വന്നവരൊക്കെ ഉണ്ട്. എങ്ങനെയാണ്, ടോക്കണിലാണോ ഇപ്പോൾ നിൽക്കുന്നത്? ടോക്കണിലാണ്. 95 വരെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരുപാട് പേരുണ്ടോ? ഇനിയും കുറച്ച് ആളുകളൊക്കെ വരാനുണ്ട്. 49 ടോക്കണിലേക്ക് 49 3 മണിക്കുള്ളിൽ പൂർത്തീകരിക്കാൻ പറ്റുമോ? 3 മണിക്ക് ടോക്കൺ കൊടുത്ത ആളുകൾക്ക് നോമിനേഷൻ സമർപ്പിക്കാമല്ലോ. 3 മണി വരെ ടോക്കൺ കൊടുക്കുള്ളൂ. 3 മണി വരെ ടോക്കൺ കൊടുക്കും. 3 മണിക്ക് ശേഷം ടോക്കൺ കൊടുത്തിട്ട ആളുകൾക്കും അവർക്ക് നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസരം ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്താണ് ഈ അവസാന നിമിഷം വരേക്ക് ഇത് മാറ്റിവെക്കാനുള്ള കാരണം എന്താണ്? മാറ്റിവെച്ചല്ല, സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണല്ലോ. നോമിനേഷൻ കൊടുക്കണമെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി വരണം. അത്രേ ഉള്ളൂ. എല്ലാവരും UDF സ്ഥാനാർത്ഥികൾ. നമുക്കിവിടെ കാണാം ആളുകളൊക്കെ നാമനിർദ്ദേശ പത്രിക പൂരിപ്പിക്കുന്നതാണ്. സമർപ്പിച്ചു കഴിഞ്ഞോ? നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞോ? ഇല്ല. ടോക്കൺ എടുത്തോ? ടോക്കൺ എടുത്തു. എത്രയാ ടോക്കൺ? ടോക്കൺ എടുത്തു. 89. അപ്പോൾ ഈ 3 മണി കഴിഞ്ഞാലും നമുക്ക് ഈ ടോക്കൺ കിട്ടിയതുകൊണ്ട് സമർപ്പിക്കാൻ പറ്റുമായിരിക്കും അല്ലേ? അതെ, കിട്ടും. സമർപ്പിക്കാൻ പറ്റും. എന്തായാലും അവർ നോമിനേഷൻ എല്ലാം മേടിച്ചു വെക്കും. അപ്പം പിന്നെ കുഴപ്പമില്ല. ഇന്നലെ നമ്മൾ അങ്ങനെ തന്നെയായിരുന്നു. എത്ര മണി വരെ സ്വീകരിച്ചിരുന്നു? 3 മണി വരെയുള്ള സ്വീകരിച്ചു. അവിടെ എത്ര ആണെന്നുണ്ടെങ്കിൽ അത്ര ആൾക്കാർ അവർ. ഇതിപ്പോൾ അവസാന ദിവസമായതുകൊണ്ട് കുറേ അധികം തിരക്കുണ്ടായിരിക്കും. അപ്പോൾ ടോക്കൺ അനുസരിച്ച് സ്വീകരിച്ച് വെക്കുക, അത്രയാവൂലേ? അതെ. ഇതാണ് ഇവിടുത്തെ കാര്യം. നമുക്ക് മുകളിലാണ് ഈ ഒരു സമർപ്പണത്തിൻ്റെ മറ്റ് നടപടികളുള്ളത്. നമുക്ക് അവിടേക്ക് കൂടി പോകാം. അതോടൊപ്പം തന്നെ മലബാറിൻ്റെ, പ്രത്യേകിച്ച് മലപ്പുറത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇതുവരെ കാണാത്ത പല കാഴ്ചകളും ഇവിടെ കണ്ടു. UDFൻ്റെ കോട്ടയായിട്ടാണ് മലപ്പുറം അറിയപ്പെടുന്നതെങ്കിലും പലയിടത്തും, പ്രത്യേകിച്ച് പൊന്മുണ്ടത്തൊക്കെ ലീഗ് കോൺഗ്രസും തമ്മിലുള്ള ഭിന്നത വലിയ തോതിൽ തന്നെ വാർത്തയായതാണ്. അവിടെ കോൺഗ്രസ് ഇടതുപക്ഷവുമായിട്ട് കൈ കൊടുത്ത് സ്വതന്ത്രരെ മുൻനിർത്തിയുള്ളൊരു പോരാട്ടത്തിനാണ് ഒരുങ്ങുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഇവിടെയൊക്കെ പത്രികാ സമർപ്പണത്തിൻ്റെ ഒരു തിരക്കാണ് അനുഭവപ്പെടുന്നത്. പലരും ഊഴം കാത്തു നിൽക്കുകയാണ്. ഇവിടെയാണ് ഈ ഒരു പത്രികാ സമർപ്പണത്തിൻ്റെ മറ്റ് നടപടികൾ പുരോഗമിക്കുന്നത്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നിന്നും ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇവിടെ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പൊന്മുണ്ടം അതുതന്നെയാണ് മലപ്പുറത്തിൻ്റെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള ഒരു പഞ്ചായത്ത്. അവിടെ ലീഗും കോൺഗ്രസും പരസ്പരം ഏറ്റുമുട്ടുന്നു. ഒപ്പം കോൺഗ്രസും ഇടതുപക്ഷവും സ്വതന്ത്രരായിട്ട് ജനകീയ സമിതി എന്ന പേരിൽ കൈകോർത്ത് ലീഗിനെതിരെ മത്സരിക്കുന്ന ഒരു സാഹചര്യം. പൊന്മുണ്ടത്തിന് തൊട്ടടുത്തുള്ള പെരുമണ്ണയിലും സമാനമായ ഒരു പ്രശ്നമുണ്ട്. അവിടെ കോൺഗ്രസ് പക്ഷേ മത്സരിക്കുന്നില്ല എന്ന് മാത്രം. UDF സഖ്യത്തിന് പിന്മാറി അവർ മാറി നിൽക്കുകയാണ്. പ്രവർത്തകർക്ക് ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. മറ്റ് പലയിടത്തും ഓരോ വാർഡിലും 2 വാർഡിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്. അവിടെയൊക്കെ ലീഗ് പൂർണ്ണമായിട്ടും കോൺഗ്രസ്സിന് ആവശ്യപ്പെട്ട സീറ്റുകൾ നൽകുന്നില്ല, പ്രസിഡന്റ് സ്ഥാനത്തിൻ്റെ പകുതി വർഷം നൽകുന്നില്ല തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ CPM-ഉം CPI-യും തമ്മിൽ അത്ര രസത്തിലല്ല. വെട്ടത്തൂരിലൊക്കെ CPM-ഉം 2 വഴിയിലാണുള്ളത്. അങ്ങനെ LDF-ലും UDF-ലും ഒരുപോലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ ഈ സമയത്ത് ഭിന്നത പലയിടത്തായിട്ട് ഉണ്ടെന്ന് നമുക്ക് അറിയാം. ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട ഉറ്റുനോക്കുന്ന
നോക്കുന്നൊരു കാര്യം വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ്. മിക്കയിടത്തും ഒരു UDFുമായിട്ട് തന്നെയാണ് വെൽഫെയറിൻ്റെ സഖ്യമുള്ളത്. പഞ്ചായത്തിൽ 1-2 വാർഡുകളിൽ വെൽഫെയറിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു, മറ്റിടങ്ങളിൽ അവർ UDFിന് പിന്തുണ കൊടുക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് ഇവിടുത്തെ ചിത്രമുള്ളത്. ഇതേക്കുറിച്ച് പരസ്യമായി പ്രതികരിക്കാൻ പക്ഷേ വെൽഫെയർ പാർട്ടിയുടെ ആരും തന്നെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കൗതുകം. UDF അത് ഒരു സാധാരണ സംഭവം എന്ന മട്ടിൽ അതിനെക്കുറിച്ച് വിശദമാക്കാതെ ഒഴിവാക്കി വിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. പിന്നെ ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്നത് നിലമ്പൂരിലെ സാഹചര്യങ്ങളാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ നിലവിലെ അവസ്ഥയാണ്. നമുക്കറിയാം, ഈ ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിനെ UDFിൻ്റെ ഭാഗമാക്കുമെന്നൊരു പ്രതീക്ഷയായിരുന്നു PV അൻവർ വെച്ച് പുലർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ പല പഞ്ചായത്തുകളിലും, പ്രത്യേകിച്ച് നിലമ്പൂർ മണ്ഡലത്തിലെ മിക്ക പഞ്ചായത്തുകളിലും UDFുമായി സഖ്യം ചേർന്ന് മത്സരിക്കാമെന്ന പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഈ ദിവസം വരേക്കും, ഈ സമയം വരേക്കും അതിൻ്റെ സാഹചര്യങ്ങൾ ഒരുങ്ങിയിട്ടില്ല. അൻവർ ഇപ്പോഴും UDFിൻ്റെ വാതിൽ പുറത്ത് തന്നെ കാത്തു നിൽക്കുകയാണ്. എന്നാൽ UDFിനെതിരെ ആരും മത്സരിക്കരുതെന്ന നിർദ്ദേശം അദ്ദേഹം അണികൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ അണികളാണെങ്കിൽ അൻവറിനെ, തൃണമൂൽ കോൺഗ്രസിനെ UDFിൻ്റെ ഭാഗമാക്കാത്തതിൽ പ്രതിഷേധിച്ച് പലയിടത്തും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടാണ് മത്സരിക്കുന്നത്. അത് ലീഗിനുമായിട്ട് നല്ല ബന്ധമാണെങ്കിലും കോൺഗ്രസിലെ ചിലരോടുള്ള അതൃപ്തി, പ്രത്യേകിച്ച് നിലമ്പൂരിലുള്ള നേതാക്കളോടുള്ള അതൃപ്തി തന്നെയാണ് അത്തരത്തിലുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് അവർ മത്സരിക്കുന്നതിൻ്റെ കാരണമായിട്ട് അവർ തന്നെ വിശദീകരിക്കുന്നത്. അത്തരത്തിൽ പല സാഹചര്യങ്ങളാണ് ജില്ലയിലെ പല മേഖലകളിലുള്ളത് എന്നുള്ളത് തന്നെയാണ് മലപ്പുറത്തിൻ്റെ ഒരു ചിത്രം. എന്തു തന്നെയാണെങ്കിലും UDFിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമാണ് മലപ്പുറം ജില്ലയെപ്പറ്റി പൊതുവെ പറയുമ്പോൾ. കഴിഞ്ഞ വർഷത്തേക്കാൾ സീറ്റുകൾ നേടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അവർ വെച്ച് പുലർന്നു. കഴിഞ്ഞ തവണ 94-70 പഞ്ചായത്തുകൾ നേടിയെങ്കിൽ ഇത്തവണ അതിലുമധികം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് വെച്ച് പുലർത്തുന്നത്. എന്താണ്, മറ്റ് കൂടുതൽ വിവാദങ്ങളില്ലാതെ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞ ആശ്വാസത്തിലാണ്. അപൂർവം ചില സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ LDFും UDFും ഉള്ളത്. ശ്രീജ, പലപ്പോഴും മലപ്പുറത്തെ ഏറ്റവും കൗതുകമുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് കാഴ്ച എന്ന് പറയുന്നത് UDFിലെ ഏറ്റവും ശക്തരായ 2 കക്ഷികളായ കോൺഗ്രസും ലീഗും തമ്മിൽ പരസ്പരം മത്സരിക്കുന്നതാണ്. ആ തർക്കങ്ങളൊക്കെ മുകളിൽ നിന്ന് എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും താഴെത്തട്ടിൽ അവർ നേർക്കുനേർ വരുന്ന കാഴ്ചയൊക്കെ കാണാം. ഇത്തവണ മലപ്പുറത്ത് ഏറ്റവും കൗതുകത്തോടെ അനുമോദ് ഉറ്റുനോക്കുന്ന മത്സരം നടക്കുന്നത് എവിടെയൊക്കെയാണ്? ശ്രീജ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. UDFിൻ്റെ സഖ്യമില്ലാതെ മത്സരിക്കുന്ന ഇടങ്ങൾ തന്നെയാണ്. അതിൽ നമ്മൾ ആദ്യം ഉറ്റുനോക്കുക പൊന്മുണ്ടം തന്നെയാണ്. പൊന്മുണ്ടത്തെ പറ്റി സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് പ്രത്യേക പ്രതിഭാസമാണ് അവിടെ എന്നുള്ളതാണ്. അവിടെ ലീഗിനെതിരെ ഇടതുപക്ഷവും കോൺഗ്രസും കൈകോർക്കുമ്പോൾ ആര് അവിടെ വിജയിക്കുമെന്നുള്ള ചോദ്യം തന്നെയാണ് ഉയരുന്നത്. അതിനപ്പുറത്ത് ഇവിടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധേയമായി നോക്കുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഇത്തവണത്തെ സാഹചര്യങ്ങൾ എന്തായിരിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് 20,000 വോട്ട് നേടി തനിക്ക് നിലമ്പൂരിൽ അസ്തിത്വമുണ്ടെന്ന് തെളിയിച്ചു. അതിന് ശേഷം വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനൊപ്പമുള്ളവർക്ക് എത്ര കരുത്തുണ്ട് എന്ന് തെളിയിക്കേണ്ട സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവർ മത്സരിക്കുന്ന ഇടങ്ങളിൽ എത്ര വോട്ട് കിട്ടുന്നു, അവിടെ എത്ര വാർഡുകൾ അവർക്ക് വിജയിച്ച് കയറാൻ കഴിയും എന്നുള്ളത് UDF രാഷ്ട്രീയത്തിൻ്റെ കൂടി ഒരു ദിശാസൂചികയായിട്ട് കണക്കാക്കുന്നതാണ്. കാരണം അൻവറിനെ പ്രതീക്ഷിച്ചത്ര വോട്ട് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ, വിചാരിച്ചത്ര വാർഡുകളിൽ വിജയിക്കാനായില്ലെങ്കിൽ ഒരുപക്ഷെ UDFിലേക്ക് അൻവറിനെ ഇനി ആവശ്യമില്ലെന്ന തരത്തിലേക്ക് അൻവറിനെ എതിർക്കുന്നവർ നിലപാട് സ്വീകരിച്ചാൽ അത് തള്ളിക്കളയാൻ കഴിയുന്ന സാഹചര്യമായേക്കില്ല. അതുകൊണ്ട് തന്നെ UDF രാഷ്ട്രീയത്തിൽ നിർണായകമാവുന്ന ഒന്നാണ് ഈ അൻവറിൻ്റെ സ്ഥാനാർത്ഥികൾ. അവർ തൃണമൂലിൻ്റെ ചിഹ്നത്തിലല്ലെങ്കിൽ പോലും സ്വതന്ത്ര ചിഹ്നത്തിലാണെങ്കിൽ അവർ എത്ര ഇടങ്ങളിൽ, എത്ര വാർഡുകളിൽ വിജയിച്ചു കയറുന്നു, എത്ര വോട്ടുകൾ വിജയിക്കുന്നു എന്നുള്ള കാര്യം. അതിനപ്പുറത്ത് ഇത്തവണത്തെ LDFിൻ്റെയും UDFിൻ്റെയും ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി പട്ടികകളിൽ യുവാക്കൾക്കും അതുപോലെ തന്നെ കൃത്യമായൊരു പ്ലേസ്മെൻറ്റ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. SFIയുടെയും MSFിൻ്റെയും DYFIയുടെയും അങ്ങനെ യൂത്ത് ലീഗിൻ്റെയും ഒക്കെ നേതാക്കൾക്ക്, പ്രവർത്തകർക്ക് അവസരം നൽകിയിട്ടുണ്ട്. അവർക്ക് തന്നെ വിജയിച്ച് കയറാൻ പൊരുതാവുന്ന സീറ്റുകളാണ് പലർക്കും നൽകിയിട്ടുള്ളത്. അങ്ങനെ ചില മണ്ഡലം, മംഗലം, അതേപോലെ മംഗലത്ത് KSUവിൻ്റെ നേതാവാണ് മത്സരിക്കുന്നത് ആരതി കൃഷ്ണ, അതേപോലെ തിരുനാവായിൽ തേജ നന്ദ എന്ന DYFIയുടെ നേതാവാണ് മത്സരിക്കുന്നത്. അത്തരത്തിൽ യുവാക്കൾ മത്സരിക്കുന്ന, പ്രതിനിധീകരിക്കുന്ന ഒട്ടേറെ സീറ്റുകളുണ്ട്. അവിടെയൊക്കെ എന്തായിരിക്കും എന്നുള്ളത് പ്രധാനമായിട്ടും നിരീക്ഷിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് UDFിനെ സംബന്ധിച്ച് ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ലാത്ത സാഹചര്യം എന്തുകൊണ്ടെന്ന് വെച്ചാൽ മുൻപത്തെ അപേക്ഷിച്ച് ഈ പൊന്മുണ്ടവും അതേപോലെ പെരുവണ്ണയൊക്കെ ഒഴിച്ചു നിർത്തിയാൽ UDF ഐക്യത്തിൽ തന്നെയാണ് മിക്കയിടത്തുമുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക അവർക്കില്ല. അവരെ സംബന്ധിച്ച് നഗരസഭകളിൽ
നഗരസഭകളിലും പഞ്ചായത്തുകളിലും കൂടുതൽ ഭരണം നേടി. കഴിഞ്ഞ തവണയൊക്കെ നഗരസഭകളിൽ 3ഇടത്തെയാണ് LDF വിജയിച്ച് കയറിയത്. അവിടെ ഇത്തവണ പെരിന്തൽമണ്ണയും പൊന്നാനിയും വലിയ പ്രതീക്ഷ LDFിലുള്ളപ്പോൾ നിലമ്പൂരിൻ്റെ കാര്യത്തിൽ അവർക്കൊക്കെ ഒരു LDFിന് തന്നെ പൂർണ്ണമായ ആത്മവിശ്വാസമില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നഗരസഭകളിൽ UDFിൻ്റെ ഒരു മൃഗീയ മേധാവിത്വം ഉണ്ടായേക്കുമെന്ന വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത്. അതുപോലെ തന്നെ വെൽഫെയറുമായിട്ടുള്ള സഖ്യസാധ്യത അത് എത്രമാത്രം UDFിന് ഗുണം ചെയ്യുമെന്നതിൻ്റെ ഒരു വിലയിരുത്തൽ കൂടി ഈ ഒരു തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ ഉണ്ടാകും. അവരുടെ വോട്ട് വിഹിതം ശരിക്കും സത്യത്തിൽ LDFും UDFും ഒക്കെ പറയുന്നത് ജമാഅത്തിയുടെ വോട്ടുകൾ വെൽഫെയറിൻ്റെ വോട്ടുകൾ എൻ ബ്ലോക്കായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് നിശ്ചയിക്കാനുള്ള കരുത്ത് അവർക്കുണ്ടോ എന്ന കാര്യം കൂടി അവർക്ക് തെളിയിക്കാനുള്ള ഒരുപക്ഷെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എന്തൊക്കെ കോമ്പിനേഷൻസ് വേണ്ടി വരും അല്ലെങ്കിൽ എന്തൊക്കെ കോമ്പിനേഷൻസിലേക്ക് പോകും എന്നതിൻ്റെ കൂടി ഒരു ടെസ്റ്റ് ആയി ഒരു പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് മലപ്പുറത്ത് മാറും. ഇനി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ. അനീഷ്, ഇന്നലെ ഏറ്റവും അവസാനം DCC ഓഫീസിൽ കസേര എടുത്ത് തല്ലുന്ന കാഴ്ചയടക്കം കണ്ടതിന് ശേഷമുള്ള ഒരു ദിവസമാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയാവുന്നത്. കോഴിക്കോട്ടെ അവസാന മണിക്കൂറിലെ തിരക്ക് എങ്ങനെയാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാന ഘട്ടത്തിൽ? ശ്രീജ, അവസാന ഘട്ടത്തിലേക്ക് പത്രികാ സമർപ്പണം എത്തുമ്പോൾ ഊർജിതമായി സ്ഥാനാർത്ഥികൾ തങ്ങളുടെ സ്ഥാനാർത്ഥിത്വം നൽകാനുള്ള ഒരുക്കങ്ങൾ അല്ലെങ്കിൽ അവർ നൽകുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലെ പത്രികാ സമർപ്പണം നടക്കുന്ന ഇടത്താണ്. കോർപ്പറേഷനിലെ വിവിധ മുറികളിലായാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ സ്ഥാനാർത്ഥികൾ ഇവിടെ എത്തിയിരുന്നു. അവർക്കൊക്കെ പ്രത്യേക ടോക്കണുകൾ കൊടുത്തിട്ടുണ്ട്. ആ ടോക്കൺ അടിസ്ഥാനപ്പെടുത്തിയാണ് പത്രികാ സമർപ്പണത്തിനായി കയറുന്നത്. നമുക്ക് ഈ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കാണാം ഒരു വലിയ കൂട്ടം സ്ഥാനാർത്ഥികളുടെ ഒരു എണ്ണം. അത് വിവിധ മുന്നണികളിലുള്ള വിവിധ പാർട്ടികളിലുള്ള സ്ഥാനാർത്ഥികളൊക്കെ പത്രികാ സമർപ്പണത്തിന് വേണ്ടി ഇവിടെ നിൽക്കുന്ന കാഴ്ച കാണാൻ കഴിയും. അത്രയധികം തിരക്കാണ്. നമുക്കറിയാം വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടൊക്കെ ചില തർക്കങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില അവ്യക്തതകളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ എവിടെയാണ് തങ്ങൾക്ക് വോട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ വാർഡുകളിലാണ് വോട്ടർമാരെ ഉള്ളത് എന്നൊക്കെ പോലും ചില ആശയക്കുഴപ്പങ്ങൾ പലപ്പോഴും ഉള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടൊക്കെയാണ് അവസാന ദിവസം ആണ് പലർക്കും പത്രിക നൽകാനായി മാറ്റിവെക്കേണ്ടി വന്നത്. ഒപ്പം മുന്നണിക്കുള്ളിലെ സീറ്റ് വിഭജനമൊക്കെ പൂർത്തിയാക്കിയെങ്കിൽ പോലും ആർക്കാണ് സീറ്റ് എന്നതിനെക്കുറിച്ചുള്ള ചില അവ്യക്തതകളൊക്കെ അവസാന നിമിഷങ്ങളിലും ചില പാർട്ടികളിലൊക്കെ നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ അവസാന ദിവസത്തേക്ക് മാറ്റിവെക്കേണ്ടി വന്നത്. നമുക്കൊപ്പം ഇപ്പോൾ കുറ്റിച്ചിറ വാർഡിലെ സ്ഥാനാർത്ഥിയുണ്ട് ഫാത്തിമ തഹ്ലിയ. എന്താണ് അവസാന ദിവസത്തേക്ക് മാറ്റിവെച്ചോ? അല്ല, ഞാൻ സമയമെടുത്തിട്ട് നോമിനേഷൻ കൊടുക്കാം എന്നുള്ള ഒരു ധാരണയിലാണ്. എല്ലാം വളരെ പ്രൂഫ് റീഡിംഗ് എല്ലാം കഴിഞ്ഞ് കൃത്യമായിട്ട് കൊടുക്കാം എന്നുള്ള അർത്ഥത്തിലാണ് ഇന്നത്തേക്ക് വെച്ചത്. കൊടുക്കണമല്ലോ, കൃത്യമായി കൊടുക്കുക. എങ്ങനെയാ കൃത്യമായി കൊടുക്കണം എന്നുള്ള? അതെ 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 അതെ. ഇവിടെ എന്ത് സമയം ഇപ്പൊ ടോക്കൺ തന്നോ? എന്താ? ഉണ്ട്, ഞാൻ വെയിറ്റ് ചെയ്യാണ് അവിടെ നിന്ന് ഹിയറിംഗിന് വേണ്ടിയിട്ട്. അവര് നിങ്ങളൊക്കെ സ്ഥാനാർത്ഥികളാണോ? അല്ല, എന്റെ സുഹൃത്തുക്കളാ. ഇതുപോലെ ആളുകൾ നിൽക്കുന്നവരൊക്കെ സ്ഥാനാർത്ഥിയാ? ഒരു പറ്റം ആളുകൾ ഈ സ്ഥാനാർത്ഥിയുടെ ഒപ്പം വന്ന ആളുകളുണ്ട്. മറുവശത്ത് സ്ഥാനാർത്ഥികൾ, ഈ ഇരിക്കുന്ന ആളുകളൊക്കെ സ്ഥാനാർത്ഥികളാണ്. നമ്മൾ നേരത്തെ കണ്ടത് യൂത്ത് ലീഗ് നേതാവ് ഫാത്തിമ തഹ്ലിയാണ്. ഇത്തവണ അവരെ കോർപ്പറേഷനിലേക്ക്, ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രസ്റ്റീജ് സീറ്റ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കുറ്റിച്ചിറ സീറ്റിലാണ് അവരെ പാർട്ടി മത്സരിപ്പിക്കുന്നത്. അങ്ങനെയുള്ള കാത്തിരിപ്പിലാണ് സ്ഥാനാർത്ഥി. നമുക്ക് വേറൊരു സ്ഥാനാർത്ഥിയോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എവിടെയാണ് മത്സരിക്കുന്നത്? ചാലപ്പുറം 60-ാം വാർഡ്. ചാലപ്പുറം. ഏത് സ്ഥാനാർത്ഥിയാണ്? BJPന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. എന്താ അവസാന ദിവസത്തേക്ക് മാറ്റി വെക്കുമായിരുന്നോ പത്രിക കൊടുക്കാനോ? അതായത് പ്രചരണത്തിന്റെ തിരക്ക് ഉള്ളതുകൊണ്ട് ആണ് മാറ്റി വെച്ചത്. ഇനി രേഖകളൊക്കെ ശരിയാക്കണമല്ലോ അല്ലേ? ഈ വാർഡ് എവിടെയാണ്, വോട്ട് എവിടെയാണല്ലോ? അങ്ങനെ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. കുറച്ചുകൂടി ഇത് ഈസി ആക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഈ ഇതില്ലേ നമ്മളെ ഈ നോമിനേഷൻ്റെതൊക്കെ മുഖം കാലം മാറിയില്ല, പഴയ സിസ്റ്റത്തിൽ തന്നെയാണ് ഇപ്പോഴും തുടർന്ന് വരുന്നത്. അതൊക്കെ ഒന്ന് മാറ്റണം. പെട്ടെന്ന് എല്ലാവർക്കും ഇപ്പോൾ ഒരു ദിവസത്തെ മെനക്കേടായി. നമ്മളെ പ്രചരണത്തിന്റെ ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ഇന്ന് മൊത്തം ഇവിടെ ഇരിക്കേണ്ട അവസ്ഥ. രാവിലെ വന്നാണ്. ഇതിപ്പോൾ ടോക്കണൊക്കെ വാങ്ങി വെച്ചേക്കോ? ടോക്കൺ വാങ്ങിച്ച് വെയിറ്റ് ചെയ്യണം. ആദ്യം സ്ക്രൂട്ടനിയും കഴിഞ്ഞു, ഇനിയിപ്പം ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വോട്ടൊക്കെ ഉണ്ടെന്ന് നേരത്തെ തന്നെ ഉറപ്പാക്കിയായിരിക്കും. വോട്ടൊക്കെ ഒരുവിധം ഉറപ്പാക്കിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി നേരിട്ട് എല്ലാവരും വീട്ടിൽ പോയി കാണാനുണ്ട്. ഇന്ന് രാവിലെ മുതൽ കണ്ടതാണ്. ഇന്ന് വൈകുന്നേരമോളം ഇനി കാണാൻ പറ്റും. സമയവും കഴിഞ്ഞല്ലോ. എന്തായാലും അദ്ദേഹം പറയുന്നത് കാലോചിതമായ ചില മാറ്റങ്ങളൊക്കെ ഈ
പത്രികാ സമർപ്പണത്തിലൊക്കെ മാറ്റണം. കാരണം വളരെ കുറഞ്ഞ സമയമാണ് കിട്ടുന്നത്. ഇന്നത്തെ ഒരു പൂർണ്ണ ദിവസം ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടത്തുന്ന ഇടത്ത് ചെലവഴിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് പറയുന്നത്. സ്ഥാനാർത്ഥികൾ പലരും രാവിലെ സ്ഥലത്ത് വന്ന ആളുകളാണ്. സ്ഥാനാർത്ഥിയാണോ? അനിയത്തിന്റെ കൂടെ വന്നതാണ്. സ്ഥാനാർത്ഥിയാണ്, BJP സ്ഥാനാർത്ഥി അനിയത്തിയാണ്. രാവിലെ മുതൽ രാവിലെ വന്ന് നിൽക്കുന്നത്. അത് അദ്ദേഹം സ്ഥാനാർത്ഥിയുടെ ഒപ്പം വന്ന ആളുകളാണ്. നമുക്ക് കാണാം ഈ വനിതാ സ്ഥാനാർത്ഥികളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെ ഉണ്ട്. എന്തായാലും അവസാന മണിക്കൂറിലെ കാഴ്ചകൾ രസകരമാണ്. എല്ലാവരും തയ്യാറെടുത്തിരിക്കുകയാണ്. ആശങ്കകളുണ്ട്, ആകാംക്ഷയുണ്ട്. അങ്ങനെ എല്ലാവരും തയ്യാറെടുത്തിരിക്കുന്നു. ഇനി 1 മണിക്കൂർ കൂടിയേ ഉള്ളൂ സമയം ഔദ്യോഗികമായി അവസാനിക്കാൻ. പക്ഷെ ടോക്കൺ കൊടുത്തിട്ടുള്ള ആളുകൾക്ക് അത് തീരുന്നത് വരെ, അവസാനത്തെ ആളുടെ പത്രിക വരെ സ്വീകരിക്കും. അവസാന മണിക്കൂറിലെ ഈ ഓണത്തിന്റെ തലേന്നത്തെ ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ പറയുന്നത് പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു പാച്ചിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇനി മറ്റു വാർത്തകളിലേക്ക് കടക്കാം.